ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ടൊരു പാന് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറിന് പകരം നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ബ്രോക്കോളിയോ ക്യാപ്സിക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ക്യാബേജും ക്യാരറ്റും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ നമ്മളിട്ട് കൊടുക്കുന്ന വെജിറ്റബിൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് ഇതൊന്ന് വാടി കിട്ടിയാൽ മതി. അത്രയും സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതോടെ 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. അതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയാണ് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത്. അപ്പം പാസ്ത എല്ലാവർക്കും വേവിക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് അത് കാണിക്കാഞ്ഞത്. വെള്ളം ഗ്യാസിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്രമാത്രം പാസ്ത വേണോ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ വേവിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ ഒരു പ്രാവശ്യം ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വെച്ചിട്ടുള്ള പാസ്തയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയെല്ലാം ആ പാസ്തയിൽ ഒന്ന് പിടിച്ച് കിട്ടണം. അത്രയും സമയം നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ പാസ്തയിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളത് കൊണ്ട് നല്ല ഉപ്പുണ്ട്, അത്യാവശ്യത്തിനും എല്ലാത്തിനും ഉപ്പുണ്ട്. അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാസ്തയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിട്ട് കൊടുത്തിരുന്ന കെച്ചപ്പും മസാലയെല്ലാം നന്നായിട്ട് ആ പാസ്തയിലൊന്ന് പിടിച്ച് കിട്ടണം. ഇതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ഇതുപോലെയുള്ള ചീസ് ഒരു 3 ഷീറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനൊരു 3 ഷീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 3 ഷീറ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ആ ചൂടിൽ തന്നെ ഒന്ന് മെൽറ്റായിട്ട് വരുവേ. ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കസ്തൂരി മെത്തി ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഞെരടിയിടണേ. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ആ പാസ്തയ്ക്ക് കിട്ടുക. അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചീസും കസ്തൂരി മെത്തിയും എല്ലാം നന്നായിട്ടൊന്ന് ആ പാസ്തയിലത് പിടിച്ച് കിട്ടണം. അത്രയും സമയം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടോ, 4 മണിക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. Thank you.